ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ റയൽ മാഡ്രിഡ് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന വ്യക്തി അത് മറ്റാരുമല്ല, റയലിൻ്റെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസ് തന്നെയാണ്. കാരണം ആവശ്യമായ സൈനിങ്ങുകൾ ഒന്നും നടത്തിയിരുന്നില്ല. പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായിട്ടും കഴിഞ്ഞ ജനുവരിയിൽ ഒരു താരത്തെ പോലും എത്തിക്കാൻ പെരസ് തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിലായിരുന്നു വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പെരസിന് ഒരല്പമെങ്കിലും ബുദ്ധി ഉദിച്ചു എന്ന് പറയുന്നതാകും ശരി. ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ തന്നെ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമമായ കോപ്പെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്ക് പിടിച്ച ആഴ്ചയാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് മധ്യനിരയിലെ അർജന്റീൻ സൂപ്പർ താരമായ നിക്കോ പാസിനെ തിരികെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 8 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ഒരു ബൈബാക്ക് ക്ലോസ് വരുന്നത്. അതായത് 8 മില്യൺ ചിലവഴിച്ചു കഴിഞ്ഞാൽ കോബോയിൽ നിന്നും ഈ താരത്തെ തിരികെ എത്തിക്കാൻ റയലിന് കഴിയും. അത് ഉപയോഗപ്പെടുത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ അക്കാര്യത്തിലൊരു അനൗൺസ്മെന്റ് ഉണ്ടായേക്കും. അതുപോലെ തന്നെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ റയൽ സൈൻ ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലെ അനൗൺസ്മെന്റ് ഈ ആഴ്ച തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അൽവാരോ കരേരസിനെ റയൽ എത്തിക്കുകയാണ്. ബെൻഫിക്കയുടെ താരമാണ്. അദ്ദേഹത്തിന്റെ സൈനിങ്ങിലെ അനൗൺസ്മെന്റും ഈ ആഴ്ച ഉണ്ടാകും. അതുപോലെ തന്നെ ഡീൻ ഹുയ്സണെ നേരത്തെ റയൽ സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷൻ അത് ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കാനാണ് റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മധ്യനിരയിലേക്ക് ജർമ്മൻ താരമായ ഏഞ്ചലോ സ്റ്റില്ലറെ കൊണ്ടുവരാൻ റയൽ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡീൽ ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കാൻ റയൽ ആഗ്രഹിക്കുന്നു എന്നുകൂടി കോപ്പെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെ തിരക്ക് പിടിച്ച ഒരു ആഴ്ചയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ പരമാവധി താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്ലോറന്റിനോ പെരസും സാബി അലോൺസോയും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.